29 വർഷങ്ങൾക്ക് മുൻപ് 1996 സെപ്റ്റംബർ 17-നാണ് കേരളത്തിലെ മൊബൈൽ സർവീസിന് തുടക്കമായത്. അന്ന് കൊച്ചിയിലെ അവന്യൂ റീജൻ ഹോട്ടലിൽ മലയാളത്തിന്റെ സ്വന്തം സാഹിത്യകാരൻ തകഴി ശിവശങ്കര പിള്ളയാണ് ആദ്യ കോൾ വിളിച്ച് സർവീസ് ഉദ്ഘാടനം ചെയ്തത്. ഫോണിന്റെ മറുതലയ്ക്കൽ ഉണ്ടായിരുന്നത് കൊച്ചി നേവൽ ബേസിലെ അന്നത്തെ വൈസ് അഡ്മിറൽ AR ടാൻഡൻ ആയിരുന്നു. ഒരു ആദ്യകാല നോക്കിയ മൊബൈൽ ഫോൺ ഉപയോഗിച്ചായിരുന്നു ആദ്യ കോൾ ചെയ്തത്. എസ്കോട്ടൽ എന്ന കമ്പനിയാണ് അന്ന് മൊബൈൽ നെറ്റ്വർക്ക് കേരളത്തിൽ അവതരിപ്പിച്ചത്. അന്ന് മൊബൈൽ എന്ന് പറയുന്നത് ഒരു അത്യാഡംബരമായിരുന്നു. ഒരു മൊബൈൽ ഫോണിന്റെ വില അന്നത്തെ 40,000 രൂപ മുതൽ തുടങ്ങുന്നതായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു 2 ലക്ഷത്തിലധികം രൂപ വരും. അത്രയും വില കൊടുത്ത ഒരു മൊബൈൽ ഫോൺ വാങ്ങുന്നത് ആലോചിച്ച് നോക്കിയേ. അതും വലിയൊരു ഇഷ്ടിക കഷ്ണം പോലെ ഇരുന്നു അന്നത്തെ മൊബൈൽ ഫോണുകൾ. വലിയ വില കൊടുത്ത് മൊബൈൽ ഫോൺ വാങ്ങിയാലും തീരുന്നില്ലായിരുന്നു ചെലവുകൾ. ഔട്ട് ഗോയിങ് കോളിന് നൽകണമായിരുന്നു 16 രൂപ. ഫോണിലേക്ക് വരുന്നൊരു കോൾ എടുത്താലും നൽകണം 8 രൂപ. 1 മിനിറ്റ് സംസാരിക്കുന്നതിന് ഏതാണ്ട് 4 രൂപയായിരുന്നു ആദ്യകാലത്തെ ചെലവ്. പിന്നെ കാലം മാറി. കേരളത്തിൽ മൊബൈൽ ഫോൺ സർവീസ് കൊണ്ടുവന്ന എസ്കോട്ടൽ എന്ന കമ്പനി തന്നെ ഇപ്പോൾ ഇല്ലാതായി. 2003 ഇൻകമിംഗ് കോളുകൾ രാജ്യത്ത് സൗജന്യമാക്കിയതോടെ മൊബൈൽ ഫോണുകൾക്ക് ഡിമാൻഡ് കൂടി. പിന്നെ ആഗോളവൽക്കരണം, സ്മാർട്ട് ഫോണുകളുടെ വരവ്, ജിയോയുടെ വരവ് എന്നിവയൊക്കെ നമ്മുടെ മൊബൈൽ ഉപഭോഗത്തിലുണ്ടാക്കിയ മാറ്റം നമുക്കറിയാം. അപ്പോഴും ഇതിന്റെ എല്ലാം തുടക്കം 1994-96 കാലഘട്ടത്തിലായിരുന്നു എന്ന് മറക്കണ്ട.